സഹപ്രവർത്തകന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ അക്ഷീണം പരിശ്രമിച്ച് വലിയ ജനാവലിയെ ഇവിടെ എത്തിച്ച സഹപ്രവർത്തകന്മാർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, നാം ഇവിടെ കൂടിയിരിക്കുന്നത് ആരാധ്യനായ നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ്. ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നതേയില്ല. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് വരുന്ന തലമുറയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തലായിരിക്കണം. അത് കൃഷ്ണകുമാർജിക്ക് വോട്ട് നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കണമെന്ന് പ്രിയമുള്ളവരെ ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിൽ ഞങ്ങൾക്ക് മറക്കാനാകാത്ത പേരാണ് നന്ദുവിന്റെ പേര്. വയലാറിലെ നന്ദു, ഒരു കുറ്റവും ചെയ്യാത്ത ഒരു 20 വയസ്സുകാരൻ, ഒരച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു മകൻ, ഒരു സാധാരണ കുടുംബത്തിൽ ആറ്റുനോറ്റു വളർത്തിയ ആ നന്ദുവിനെ ഭീകരവാദികൾ ഒറ്റക്കുത്തിന് അപ്രതീക്ഷിതമായി ആക്രമിച്ച് കൊല്ലപ്പെടുത്തുമ്പോ, പ്രിയമുള്ളവരെ, നന്ദുവിന്റെ തുറന്ന കണ്ണുകൾ മൃതദേഹമായി മാറിയപ്പോ ആ കണ്ണു തിരുമി അടയ്ക്കാൻ ഞങ്ങൾ സാക്ഷിയായവരാണ്. ഇനി ഒരു നന്ദു നമുക്ക് നഷ്ടമാകാൻ പാടില്ല. നന്ദുവിന്റെ കൊലപാതകത്തിന് ശേഷം പ്രിയമുള്ളവരെ, രഞ്ജിത്ത് ശ്രീനിവാസൻ, ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 4 പെൺമക്കൾ. രഞ്ജിത്ത് ശ്രീനിവാസന് 2 പെൺമക്കളാണ്. എന്റെ കൂടെ സഹപ്രവർത്തകനായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു അഭിഭാഷകൻ, 2 പെൺമക്കളുടെ സാന്നിധ്യത്തിൽ, വൃദ്ധയായ അമ്മയുടെ സാന്നിധ്യത്തിൽ, അടുക്കളയിൽ നിന്ന് ചായയായി വരുന്ന സഹധർമ്മിണിയുടെ സാന്നിധ്യത്തിൽ അരുതേ എന്നവർ അലറി വിളിച്ചിട്ടും ആഘാതമുള്ള ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തി ഒരു മൃതദേഹത്തോട് കാണിക്കാവുന്ന എല്ലാ പൈശാചികതയും കാണിച്ചുകൊണ്ട് ഭീകരവാദികൾ, പ്രിയമുള്ളവരെ, രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടി വീഴ്ത്തിയത് നാം കണ്ടു. പാലക്കാട് ശ്രീനിവാസനെ വെട്ടി വീഴ്ത്തിയത് നാം കണ്ടു. ആ നിരോധിത സംഘടനയെ നിലക്കു നിർത്താൻ സാധിക്കുന്നത്, പ്രിയമുള്ളവരെ, രാജ്നാഥ് സിംഗ് ജി അടക്കം, നമ്മുടെ മോദിജി അടക്കമുള്ളവർ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ്. ഈ 2 സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് മത്സരിക്കുകയാ, പ്രേമചന്ദ്രനും മുകേഷും. ഇവരാർക്കൊപ്പമാണ്? പ്രിയമുള്ളവരെ, പ്രേമചന്ദ്രനും മുകേഷും രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലയാളികൾക്ക് തണലൊരുക്കുന്നവരാണ് എന്ന് നാം തിരിച്ചറിയണം. അവർ ഇവിടെ നിന്ന് ജയിക്കാൻ പാടില്ല. പ്രേമചന്ദ്രനും മുകേഷും നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് സംരക്ഷണം നൽകുന്നവരാണ്. നമ്മളുടെ ആചാരങ്ങളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം ജൂൺ മാസം 4-ാം തീയതി പുറത്തു വരുമ്പോ ലോകത്താർക്കും സംശയമില്ല, ആരാധ്യനായ നരേന്ദ്രമോദിജി 3ാമതും അധികാരത്തിൽ വരുമ്പോ, പ്രിയമുള്ളവരെ, കൊല്ലത്തിന്റെ പ്രതിനിധിയായി ആദരണീയനായ, പ്രിയങ്കരനായ, ജനകീയനായ കൃഷ്ണകുമാർ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം. അതിനായി അക്ഷീണം പരിശ്രമിക്കാൻ, അഹോരാത്രം വരുന്ന ദിവസങ്ങളിൽ ഉറക്കമൊളിച്ചിരുന്ന് പണിയെടുക്കാൻ പരിശ്രമിക്കാൻ മുഴുവൻ സഹപ്രവർത്തകന്മാരും മുന്നോട്ട് വരണം. മുഴുവൻ ജനതയോടും അഭ്യർത്ഥിക്കുന്നു, കൃഷ്ണകുമാറിനെ താമരയടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കീ. 2 കൈകളും ഉയർത്തിക്കും. ഭാരത് മാതാ കീ. ഭാരത്. നമ്മൾ ഓർക്കുക, ബലിദാനികൾ, ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരു വിനീതമായ നമസ്കാരം. കൊല്ലം ഒരു മനോഹരമായ ജില്ലയാണ്. പക്ഷേ കാലങ്ങളായി നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ശീലത്തിൽപ്പെട്ട കുറച്ച് പേർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശീലത്തിനൊരു കുഴപ്പമുണ്ട്. അതായത്, പുക വലിക്കുന്നത് പോലെയാണ്. സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്കറിയാം ക്യാൻസർ വരുമെന്ന്, മദ്യപിച്ചാൽ നമുക്കറിയാം ലിവറിന് തകരാറ് വരും. പക്ഷെ നമ്മളിത് 2 ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇവിടെ 2-3 സ്ഥാനാർത്ഥികൾക്ക് നിരന്തരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട്. ഇന്നിപ്പോൾ കൊല്ലം ക്യാൻസറിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. വികസനമില്ലാതെ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ലിവറും ആരോഗ്യവും എല്ലാം തകരാറി നിൽക്കുകയാണ്. ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, നമ്മുടെ ശീലം മാറ്റേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിജിയെ കൊണ്ടുവരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ശീലം മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്, നിങ്ങൾ ഓർത്തോളൂ. ഈ വികസനമില്ലായ്മെന്ന് പറയുമ്പോൾ ഒറ്റ മേഖലയെപ്പറ്റി മാത്രം പറയാം. കടലോരം ഉണ്ടെങ്കിലും കശുവണ്ടി മേഖല 25ഓളം വർഷം അല്ലെങ്കിൽ 27ഓളം വർഷം ശ്രീ പ്രേമചന്ദ്രൻ, അതായത് സഖാവ് പ്രേമചന്ദ്രൻ, അന്ന് സഖാവായിരുന്നു, ഇന്ന് മാറ്റി നിൽക്കുന്നു, അത്രേ ഉള്ളൂ.
ഇദ്ദേഹം ഇവിടെ ഭരിച്ചു, MP ആയി, ലോക്സഭയിലും രാജ്യസഭയിലും സംസ്ഥാനത്ത് മന്ത്രിയായിട്ടും. ഈ 25-26 കൊല്ലത്തിനകത്ത് ഇവിടെ സംഭവിച്ചത് എന്താണ്? 2.5 ലക്ഷം തൊഴിലാളികൾ കശുവണ്ടി മേഖലയിൽ ജോലിയില്ലാതായി. 700ഓളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നത് 70ആയി ചുരുങ്ങി. ഈ പ്രതിസന്ധിക്ക് കാരണം ഈ ഒരൊറ്റ MP ആണ്. ഈ MPയും ഇവിടെ ഭരിച്ച MLA-മാരുമാണ് ഈ പ്രശ്നത്തിന്റെ 1-ാം നമ്പർ പ്രതികൾ. ഇവർക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ശിക്ഷയാണ്. പക്ഷേ നമ്മൾ നോക്കുന്നത് ഇവിടെ എങ്ങനെ വികസനം കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദിജി കാട്ടാക്കടയിൽ വന്നപ്പോൾ ഞാനതിനു മുൻപ് ഇവിടെ സഞ്ചരിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഈ കടലോര മേഖലയിലെയും കശുവണ്ടി മേഖലയിലെയും സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തേടി അവർക്കായിട്ട് ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡ് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം നിവേദനമായി ഞാൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ കൊടുത്തു. പറയുന്നതേ ചെയ്യൂ, ചെയ്യാവുന്നതേ പറയൂ, അതാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് ഒരു കാര്യം, ഇലക്ഷൻ സമയത്ത് നമുക്ക് വാഗ്ദാനങ്ങളില്ല, പക്ഷേ ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്. ജൂൺ 6 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ടും വന്ന് മന്ത്രിസഭ വന്നാൽ എത്രയും പെട്ടെന്ന്, ദിവസങ്ങൾ പറയില്ല, ശാശ്വത പരിഹാരമാണ് നമ്മൾ നേടിക്കൊടുക്കാൻ പോകുന്നത്. തട്ടിക്കൂട്ട് പരിപാടിയില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ വിചാരിക്കും ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ശത്രുതയാണെന്ന്. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു അവിയൽ മുന്നണിയിലെ 2 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്, ശ്രീ മുകേഷും ശ്രീ പ്രേമചന്ദ്രനും. ഇവരെല്ലാം ഒന്ന് തന്നെയാണ്, സഖാക്കന്മാർ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഒരു പരനാറി പ്രയോഗത്തോടു കൂടി ഇവരെല്ലാം ശത്രുക്കളായി മാറിയെന്ന്. അങ്ങനെ മാറിയിട്ടില്ല സഹോദരങ്ങളെ. കാരണം ഇവർക്ക് നോക്കുമ്പോൾ കേരളത്തിനകത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഇതേ RSP എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പാർട്ടിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നവർ മാത്രമാണ്. ഈ പരനാറി പ്രയോഗം കഴിഞ്ഞപ്പോൾ ഇവിടെ ജനങ്ങൾ വിചാരിച്ചു അതിശക്തമായ പ്രശ്നമാണ് ഇവർ തമ്മിൽ നിന്നൊക്കെ. അങ്ങനെ RSPക്കാര്, കോൺഗ്രസ്സുകാര് ഇവർ തെരുവിൽ കിടന്ന് DYFIയുമായിട്ട് അടിയുണ്ടാക്കി പോലീസ് കേസായി. നിങ്ങൾ ഓർക്കണം, ഈ പരനാറി പ്രയോഗം കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഇനി ഒരിക്കലും ഇവർ തമ്മിൽ കാണില്ല. പക്ഷേ ഇവർക്ക് തെറ്റുപറ്റി. ഈ പ്രേമചന്ദ്രൻ സഖാവിന്റെ വീട്ടിലൊരു മംഗളകർമ്മം വന്നപ്പോൾ അദ്ദേഹം കുടുംബത്തോടെ ക്ലിഫ് ഹൗസിൽ പോയി ശ്രീ പിണറായി വിജയൻ സഖാവിനെ ക്ഷണിച്ചു. അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം ആ മംഗളകർമ്മത്തിലെ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആർക്കാണ് പരിക്ക് പറ്റിയെന്നറിയാമോ? ഈ ചങ്കാണ് പ്രേമചന്ദ്രൻ എന്ന് വിചാരിച്ചു നടന്ന കോൺഗ്രസിന്റെ RSPക്കാരനെ കരണത്ത് കൊടുത്ത ഏറ്റവും വലിയ അടിയായിരുന്നു പ്രേമചന്ദ്രന്റെ വക. അതുകൊണ്ട് കോൺഗ്രസ് സഹോദരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ആത്മാഭിമാനമുള്ള ആൾക്കാരല്ലേ നിങ്ങൾ? നിങ്ങളുടെ ബലത്തിലല്ലേ RSP ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്? ആത്മാഭിമാനമുള്ള കോൺഗ്രസ് സഹോദരങ്ങളെ, കഴിഞ്ഞ 25 വർഷമായി നിങ്ങൾക്ക് ഈ കേരളത്തിലെ കൊല്ലത്ത് നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഇനി നിങ്ങളുടെ ഭാവി എന്താണ്? നിങ്ങൾക്ക് ഭാവി വേണമെന്നുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരെ ഇത്തവണ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യൂ, നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ. RSPയിലെ സഹോദരങ്ങൾക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതായത് നിങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്ന ശ്രീ പ്രേമചന്ദ്രന്റെ പാർട്ടി RSP എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ്, ഒരു കുടുംബ പാർട്ടി മാത്രമാണ്. നിങ്ങളിൽ ഒരാൾക്കും ഇനി ഒരു സ്ഥാനവും ഈ പാർട്ടിയിൽ കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഭാവി, സാധാരണ പ്രവർത്തകരുടെ ഭാവി ഇരുട്ടിലാണ്. നിങ്ങൾക്കും ആത്മാഭിമാനം അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളും മനസ്സിലാക്കുക, ഭാരതം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിൽ വികസന സ്വപ്നങ്ങളുമായി ശ്രീ നരേന്ദ്രമോദി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ അതുപോലെ കൊല്ലത്തും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എളുപ്പം, സിമ്പിളാണ്. 400 സീറ്റ് നേടി BJP ഭരിക്കാൻ പോകുന്നു. അപ്പോൾ ഭരണപക്ഷത്താണ് നമുക്ക് MP ഉണ്ടാക്കേണ്ടത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വിരൽത്തുമ്പിലെ അധികാരം വിരൽത്തുമ്പിലാണ്. ഇതുവരെ പാഴാക്കിയ വോട്ടുകൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും RSPക്കാരും തെറ്റിക്കാതെ ഇത്തവണ താമര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രിക്ക് അടുത്ത വേദിയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ അധികം സംസാരിക്കാതെ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ അശ്രാന്തമായ പരിശ്രമം മൂലമാണ് നമുക്ക് ഇന്നിവിടെ വിജയത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അധികം നീട്ടാതെ ഇന്നു മുതൽ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള RSP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് സൗഹൃദങ്ങൾക്ക് പറയൂ, നിങ്ങളുടെ വോട്ട് പാഴാവരുത്. നമുക്ക് വരുന്ന തീയതിയിൽ നമുക്ക് താമരയിൽ വോട്ട് ചെയ്ത് കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചാൽ കൊല്ലത്ത് നിന്ന് ഒരു MPയെയും മന്ത്രിയും സൃഷ്ടിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭാരത് മാതാ കീ. 2 കൈ ഉയർത്തി പറയാം, ഭാരത് മാതാ കീ, ഭാരത് മാതാ. ആ തീരുമാനത്തിന് രാഷ്ട്രീയ ഭേദമോ പ്രായഭേദമോ മതഭേദമോ ജാതിഭേദമോ ഒന്നുമില്ല. എല്ലാവരുടെയും മനസ്സിലുള്ള തീരുമാനം ഒന്നാണ്. 2024 ശ്രീ നരേന്ദ്രമോദി തന്നെ രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയായി വരണമെന്നുള്ളതാണ് അവരെല്ലാവരും ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഈ പ്രാവശ്യം അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്.
എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുന്നത്? എന്തുകൊണ്ടാണ് മോഡി തന്നെ വേണം എന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്? അവരുടെ മുമ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവമുണ്ട്. 2014 മുതൽ 2024 വരെയുള്ള 10 കൊല്ലക്കാലം ഈ രാജ്യം കണ്ടിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസനത്തിന്റെ 10 വർഷക്കാലം. 2014 മുമ്പത്തെ ഭാരതമല്ല 2024 ഭാരതം. 2014 മുമ്പ് അപമാനത്തിന്റെയും അവഹേളനത്തിന്റെയും കഥകൾ മാത്രം പറയാനുണ്ടായിരുന്ന, അഴിമതിയുടെയും വിലക്കയറ്റത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും തൊഴിലില്ലായ്മയുടെയും ഒക്കെ കണക്കുകൾ മാത്രം പറയാനുണ്ടായിരുന്ന രാജ്യത്ത് ഇന്ന് രാജ്യത്ത് മുഴുവൻ തന്നെ എല്ലാ മേഖലയിലും മുന്നോട്ട് പോവുകയാണ്. എല്ലാ രംഗത്തും വികസനം ഉണ്ടാവുകയാണ്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ വലിയ വികസനങ്ങൾ ഇന്നുണ്ടാവുകയാണ്. ലോകോത്തര നിലവാരമുള്ള റോഡുകൾ ഇന്ന് ഈ രാജ്യത്തിന് സ്വന്തമാണ്. ലോകത്തിലെ ഏറ്റവും ദീർഘം കൂടിയ പാലം ഇന്ന് ഈ രാജ്യത്തിന് സ്വന്തമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ രാജ്യം. ലോകോത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ലോക നിലവാരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വന്നിട്ടുള്ള വലിയ മാറ്റം, ആ മാറ്റം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അവരാണ് ഈ പ്രാദേശികം പറയുന്നത് ഞങ്ങൾക്ക് നരേന്ദ്രമോദി മതി എന്നുള്ളത്. വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ലല്ലോ, സർക്കാർ 10 വർഷമായി നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? ഈ രാജ്യത്തിലെ ജനങ്ങളെ ആകെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് 5 കൊല്ലമായി നമ്മുടെ നാട്ടിലെ 80 കോടിയിലേറെ വരുന്ന ആളുകൾക്ക് സൗജന്യമായി അരി കൊടുക്കുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ വേറെ ഏത് ഗവൺമെന്റ് ഉണ്ട്? നിങ്ങൾ പറ. നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന കോൺഗ്രസുകാരും CPM-കാരും പറയേണ്ടത് ലോകത്തിൽ വേറെ ഏത് ഗവൺമെന്റാണ് ആ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് സൗജന്യമായി ആഹാരം കൊടുക്കുന്നത്? നരേന്ദ്രമോദി ഗവൺമെന്റ് ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലല്ലോ കൊടുക്കുന്നത്. ഓണമോ വിഷമോ പെരുന്നാളോ ക്രിസ്മസോ ഒക്കെ വരുമ്പോഴല്ലോ കൊടുക്കുന്നത്. കഴിഞ്ഞ 60 മാസക്കാലമായി ഒരു പ്രാവശ്യം പോലും മുടങ്ങാതെ നിരന്തരമായി ഈ രാജ്യത്തിലെ 9 കോടിയിലേറെ വരുന്ന ആളുകൾക്ക് സൗജന്യമായി അരി കൊടുക്കുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. ആ ജനവിഭാഗമാണ് 60 മാസക്കാലമായി നരേന്ദ്രമോദി സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഈ സൗജന്യമായിട്ടുള്ള ആഹാരം വാങ്ങിച്ചിട്ടുള്ള രാജ്യത്തിലെ 9 കോടിയിലേറെ വരുന്ന ജനതയാണ് ഈ പ്രാവശ്യം പറയുന്നത് ഞങ്ങൾക്ക് നരേന്ദ്രമോദി തന്നെ മതി, മോദി മാത്രം മതി എന്ന് അവരാണ് പറയുന്നത്. അവരാണ് പോളിംഗ് ബൂത്തിൽ പോയി മോദിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവർ, രാജ്യത്ത് 13 കോടിയോളം വരുന്ന കർഷകന്മാരുണ്ട്. ആ കർഷകന്മാർ അവരാണ് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടുള്ള വിഭാഗം. കഴിഞ്ഞ 7 കൊല്ലക്കാലമായി കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ അവർക്ക് 6000 രൂപ കിട്ടുകയാണ്. അവരുടെ ജീവിതം സമ്പുഷ്ടമാവുകയാണ്. ആ 13 കോടിയോളം വരുന്ന കർഷകന്മാരാണ് ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്ത് നരേന്ദ്രമോദി മതി എന്ന തീരുമാനത്തോടു കൂടി വോട്ട് രേഖപ്പെടുത്തുന്നത്. ഈ രാജ്യത്തിലെ 11 കോടിയോളം വരുന്ന വീട്ടമ്മമാർക്കാണ് സൗജന്യമായി പാചകവാതക കണക്ഷൻ കൊടുക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത്. ആ വീട്ടമ്മമാരാണ് മോദിക്കൊപ്പം നിന്നുകൊണ്ട് മോദി മതി എന്ന തീരുമാനവുമായി വോട്ട് രേഖപ്പെടുന്നത്. രാജ്യത്തിലെ 9 കോടി വീടുകളിലാണ് സൗജന്യമായി ശൗചാലയം നരേന്ദ്രമോദി ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തത്. ആ 9 കോടി വീടുകൾ താമസിക്കുന്ന സാധാരണക്കാരാണ് പോളിംഗ് ബൂത്തിൽ പോയി മോദിക്ക് 3-ാം ഊഴം കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ഈ രാജ്യത്തിലെ 11 കോടി വീടുകളിലാണ് സൗജന്യമായി ശുദ്ധജലം എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചത്. ആ 11 കോടി വീടുകളിലെ പാവപ്പെട്ട ആളുകളാണ് പോളിംഗ് ബൂത്തിൽ പോയി മോദിക്ക് 3-ാം ഊഴത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് 10 കൊല്ലക്കാലമായി നരേന്ദ്രമോദി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് അർഹരായിട്ടുള്ള ഈ രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെന്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ അതിന്റെ ഗുണഫലം അനുഭവിച്ചിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ജനവിഭാഗമുണ്ട്. ആ വിഭാഗമാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് രാജ്യം മുഴുവൻ മോഡിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. ആ മോഡി തരംഗം നമ്മുടെ കോഴിക്കോടുമുണ്ട്, കേരളത്തിലുമുണ്ട്. കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നരേന്ദ്രമോദി എത്ര പ്രാവശ്യം വന്നാലും കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടില്ല എന്നാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കിട്ടുന്ന സീറ്റിനെ കുറിച്ച് വേവലാതിപ്പെടണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. കാരണം നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത് ഈ പ്രാവശ്യം CPM മത്സരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം നിലനിർത്താനാണ്, ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മരപ്പെട്ടി ചിഹ്നമായിട്ട് കൊണ്ടുവരുമെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതി വേണ്ട, BJPയെ കുറിച്ചോ ദേശീയ ജനാധിപത്യ സഖ്യത്തെ കുറിച്ചോ വേവലാതി വേണ്ട.
ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് രാജ്യം മുഴുവനും ഉണ്ടാകുന്ന മാറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ കോഴിക്കോടും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊരു പുതിയ കോഴിക്കോട് ഉണ്ടാകണം. ആ പുതിയ കോഴിക്കോട് സാധ്യമാക്കാനാണ് ഞങ്ങൾ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചു പോയിട്ടൊരാൾ 4ാം ഊഴത്തിന് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. ഞാൻ കോൺഗ്രസിന്റെ സ്നേഹിതന്മാരോട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾക്ക് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ നമ്മുടെ നിലവിലുള്ള എംപിയുടെ വികസന നേട്ടങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കി വീടുകളിൽ വിതരണം ചെയ്തിട്ടുള്ള ലഘുലേഖ ഞങ്ങൾ കണ്ടു. ഞാൻ ആ ലഘുലേഖ പലവട്ടം ആവർത്തിച്ചു നോക്കി. അതിലെവിടെയും എംപിയുടെ ഒരു പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ കണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത പദ്ധതികൾ, ആ പദ്ധതികൾ എങ്ങനെയാണ് എംപിയുടെ പദ്ധതിയാവുക? ഇവിടെ നിങ്ങൾ തൊട്ടടുത്താണല്ലോ കേന്ദ്രീയ വിദ്യാലയം. ആ കേന്ദ്രീയ വിദ്യാലയം PMC പദ്ധതിയിൽപ്പെടുത്താൻ 25 കോടി രൂപ നരേന്ദ്രമോദി അനുവദിച്ചു. ആ 25 കോടി നരേന്ദ്രമോദി ഗവൺമെന്റ് അനുവദിച്ചത് എങ്ങനെയാണ് കോൺഗ്രസ് എംപിയുടെ നേട്ടമാവുക? എംപിയും ആ പദ്ധതിയും തമ്മിലുള്ള ബന്ധം? PMC പദ്ധതി എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കോഴിക്കോട് മാത്രമല്ല, ഈ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയ പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച പണമാണ്. ആ പണവും എംപിയും തമ്മിൽ എന്താണ് ബന്ധം? രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്കി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം എന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റെന്തെങ്കിലും ചെയ്യുന്നില്ലേ? അതിനപ്പുറത്ത് 15 കൊല്ലക്കാലം അവസരം കിട്ടിയിട്ട് ഇതെന്റെ സ്വപ്ന പദ്ധതിയാണ് എന്ന് പറയാൻ, 15 കൊല്ലക്കാലം എന്നെ ജയിപ്പിച്ച ജനങ്ങൾക്ക് ഞാൻ തിരിച്ചു നിൽക്കുന്ന പദ്ധതിയാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു പദ്ധതി എംപിക്കുണ്ടോ? കൂടുതലൊന്നും വേണ്ട, ഒരു പദ്ധതി. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ പരാജയപ്പെട്ടു പോയ ഒരാൾക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നത്? ഇത് തന്നെയാണ് LDFന്റെ ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ട CPM സ്നേഹിതരോട് ചോദിക്കട്ടെ, 5 കൊല്ലക്കാലം ഈ പാർലമെന്റ് ഈ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. 5 കൊല്ലക്കാലം അദ്ദേഹം കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ ഈ കോഴിക്കോടേക്ക് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വ്യവസായത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതാ ഞാൻ വ്യവസായ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് പറയാൻ LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി ഞങ്ങൾ കണ്ടു. ബേപ്പൂർ മണ്ഡലത്തിൽ കിൻഫ്രയുടെ ഒരു വ്യവസായ യൂണിറ്റ്, മത്സ്യ സംസ്കരണത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ വ്യവസായ യൂണിറ്റ്, അവിടെ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. നാളിതുവരെ 15 വർഷമായി ഒരു വ്യവസായം അവിടെ നടക്കുന്നില്ല. 2 കെട്ടിടമുണ്ട്, ഒരു വാച്ച്മാൻ ഉണ്ട്, പിന്നെ ആ പ്രദേശം മുഴുവൻ പുല്ല് പിടിച്ചു കിടക്കുന്നു. ഇതല്ലാതെ ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വ്യവസായം നിങ്ങൾ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾ പൂട്ടിച്ചിട്ടുള്ള ഒരുപാട് വ്യവസായം. മാവൂർ ഗോളേറൻസ് നിങ്ങൾ പൂട്ടിച്ചതാണ്. കുന്നത്തറ ടെക്സ്റ്റൈൽസ് നിങ്ങൾ പൂട്ടിച്ചതാണ്. കോൺട്രസ്റ്റ് നിങ്ങൾ പൂട്ടിച്ചതാണ്. ഇതെല്ലാം നിങ്ങൾ പൂട്ടിച്ചതാണ്. നിങ്ങളൊരു പുതിയ വ്യവസായം ആരംഭിച്ചിട്ടില്ല. ഒരു വ്യവസായ വകുപ്പ് മന്ത്രി എന്നുള്ള അവസരം കിട്ടിയപ്പോ 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു വ്യവസായം കോഴിക്കോടേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനം ഉറപ്പുവരുത്താൻ സാധിക്കുക? CPM പ്രവർത്തകന്മാർ ആലോചിക്കേണ്ടതല്ലത്. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മാറ്റമുണ്ടാവേണ്ടത് ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിനാണ്. വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുമ്പോട്ട് പോകണം. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ കോഴിക്കോടിന്റെ ഗതകാല പ്രവൃത്തിയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പുതിയ വ്യവസായങ്ങൾ വേണം, പുതിയ വ്യാപാര കേന്ദ്രങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും വേണം, പുതിയ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും വേണം, പുതിയ കോളേജുകൾ വേണം, പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ വേണം, പുതിയ റോഡുകൾ വേണം. ഇതെല്ലാം കോഴിക്കോട്ടുകാരുടെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ അതിനൊരു വഴിയേയുള്ളൂ. അത് മോഡിയുടെ വഴിയാണ്. നരേന്ദ്രമോദിയോടൊപ്പം നിന്നാൽ, മോഡിയുടെ ഗ്യാരണ്ടിയോടൊപ്പം നിന്നാൽ ഈ കോഴിക്കോട്ടും നമുക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമ്മതാനാവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരവസരം നിങ്ങൾ എനിക്ക് തരിക. ഈ കോഴിക്കോടിന്റെ ശബ്ദം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിക്കാം. വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ തേനും പാലും ഒഴുക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല.
പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ സാധിക്കും, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഒരവസരം നിങ്ങൾ എനിക്ക് തന്നാൽ നിങ്ങളെടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയേണ്ടതായിട്ട് വരില്ല. നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും വിഷമങ്ങളിലും സന്താപത്തിലും സന്തോഷത്തിലും പരിഭവങ്ങളിലും പരിദേവനങ്ങളിലും എല്ലാം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നൊരു ഉറപ്പ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. അതുകൊണ്ട് എന്റെ വാക്കുകളെ ആത്മാർത്ഥതയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വാക്കുകളിലെ സത്യസന്ധതയെ അറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരവസരം നിങ്ങൾ എനിക്ക് തരിക. ഈ കോഴിക്കോടിന് വേണ്ടി രാജ്യത്തിന്റെ പാർലമെന്റിൽ സംസാരിക്കാൻ, നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് വികസനത്തിന്റെ പൂക്കാലത്തിലേക്ക് ഈ കോഴിക്കോടിന് എത്തിക്കാൻ, മോദി സർക്കാരിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം, സഹായിക്കണം, സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനയപരസ്പരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സ്വീകരണത്തിന് അഗീതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. നമസ്കാരം. വന്ദേ മാതരം.